ഏറ്റവും കൂടുതൽ ഇലക്ഷൻ പ്രചരണം നടന്നത് ഏത് പ്ലാറ്റ്ഫോമിലാ? ജെൻസി അല്ലെങ്കിൽ യൂത്ത് ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ കേരളത്തിനുണ്ടോ? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പില് ഏറ്റവും അധികം പ്രചരണം കൊഴുപ്പിച്ച ഒരു ഏരിയ ഏതായിരുന്നു? സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ. പണ്ട് നമ്മൾ ചുവരെഴുത്തും പോസ്റ്ററും ആകെ ബഹളവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത്തവണ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏതായിരുന്നു? ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാമിന് നമ്മൾ പറയുന്ന പ്രത്യേകത എന്താ? അത് കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. യൂത്തിന് വേണ്ടിയുള്ള. ഫേസ്ബുക്കിൽ അമ്മാവന്മാരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ യൂത്താണ്. യൂത്തന്മാരാണ്. ഇത് രണ്ടും കൂടെ ഉള്ളതാണ് ഇവിടെ യൂട്യൂബ് എന്ന് പറയുന്നൊരു പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോ 20 സെക്കൻഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യൂലേ, ഈ ഇലക്ഷൻ ഒരു 25 ദിവസം കണ്ടാണ് പ്രചരണത്തിന് ഉണ്ടായിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിനെ ഇളക്കി മറിച്ചുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും നടത്തിയ ഒരു ഇളക്കി മറിക്കലുണ്ട്. ആ ഇളക്കി മറിക്കൽ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ അവർക്ക് അതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, ഈ പാർട്ടി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഏജൻസി വണ്ടിയും വിളിച്ച് എവിടെ എത്തും? പോളിംഗ് ബൂത്തിലെത്തും. അല്ലെങ്കിൽ 9-ാം തീയതി കിട്ടിയ പൊതു അവധിയുടെ ഭാഗമായിട്ട് വീണ്ടും അവര് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. 30 സെക്കൻഡിൽ ഒരു റീല് പോകുന്നത് ഒരു 300 വീഡിയോ അവരിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു 30 സെക്കൻഡിൽ ഒരു വോട്ട് പോൾ ചെയ്യാൻ അവരെത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാമെന്ന് നാളെയല്ല മറ്റന്നാൾ അതിന് കൊണ്ടറിയുമെന്ന് മെയ് 4-ന് ഈ പരസ്യം നടത്തിയ എല്ലാരും കണ്ടും കൊണ്ടും നമ്മളല്ല അറിയുന്ന എല്ലാരും അറിയും.